സോ ഹായ്, ഇത് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്ന സെക്ഷൻസ് ആണ് ഫങ്ഷൻസ്. സോ പി എച്ച് പിയിൽ ഫങ്ഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുക വെച്ചാൽ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഫങ്ഷൻ എന്നത് പറയണം. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കോഡ്സ് ആണ്. ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മൊഡ്യൂൾ റൈറ്റ് ചെയ്യും. അതാണ് ഫങ്ഷൻസ്. സോ എനിക്കൊരു ടാസ്ക് ഉണ്ട്, ലൈക്ക് ഒരു ആഡ് 2+2. സോ അത് എടുക്കുകയാണെങ്കിൽ അത് ഫങ്ഷനാണ്. ആഡ് എന്ന് പറഞ്ഞ ഫങ്ഷനാണ്. അത് ബേസിക്കലി അഡീഷൻ ചെയ്യും. അതുപോലെ സബ് അതൊരു ഫങ്ഷനാണ്. നമുക്ക് ആഡ് എഴുതാം, സബ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്നിട്ട് 2 - 2 എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ സോ ആ പെർട്ടിക്കുലർ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കോൾ ചെയ്യണം. അത് നമ്മൾ ടാസ്ക് എഴുതി വെച്ചു, ആ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കോൾ ചെയ്യണം. അപ്പോൾ ഫങ്ഷൻസ് കോൾ ചെയ്യേണ്ടി വരും നമ്മൾ. ഓക്കെ, അത് കോൾ ചെയ്ത് അത് റിട്ടേൺ ചെയ്യും. ചില ഫങ്ഷൻസ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഇതാണ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ചിലത് റിട്ടേൺ ചെയ്യണ്ട, ചിലത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ബേസിക്കലി അങ്ങനെ ഉണ്ടാവും. പിന്നെ ഫങ്ഷൻസിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഇത് ഒരു സ്പെസിഫിക് എനിക്ക് ആഡ് 10 സ്ഥലത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ 10 സ്ഥലത്ത് അഡീഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ 10 സ്ഥലത്ത് ഞാൻ കൂട്ടേണ്ട ആവശ്യമില്ല. ഒരു ഫങ്ഷൻ ചെയ്തിട്ട് 10 സ്ഥലത്ത് കോൾ ചെയ്താൽ മതി. സോ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഒരു സ്പെസിഫിക് ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ ആഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ടാസ്ക് ഉണ്ടാവും. ആ ടാസ്ക് എനിക്ക് 10 പേജിൽ എടുക്കുന്നുണ്ടെങ്കിൽ ആ 10 പേജിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് നമ്മൾ എഴുതിയിട്ട് ആ പെർട്ടിക്കുലർ ഫങ്ഷൻ എഴുതിയിട്ട് എത്ര സ്ഥലത്തെന്ന് വെച്ചാൽ കോൾ ചെയ്താൽ മതി. അതാണ് ഫങ്ഷൻ. സോ പി എച്ച് പിയിൽ നമുക്ക് നോക്കാം എങ്ങനെ ഫങ്ഷൻസ് ചെയ്താന്നുള്ളത്. ഓക്കെ, ഇത് ഫങ്ഷൻ്റെ ഓവർവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. പി എച്ച് പിയിൽ ഫങ്ഷൻസ് ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു. പി എച്ച് പിയിൽ ഫസ്റ്റ് നമുക്ക് സിൻടാക്സ് യൂസ് ചെയ്യണം. പി എച്ച് പി എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ പി എച്ച് പി ലെസ് ദാൻ ക്വസ്റ്റ്യൻ മാർക്ക് പി എച്ച് പി സ്പേസ് ക്വസ്റ്റ്യൻ മാർക്ക് എഴുതുക. അതിൻ്റെ ഉള്ളിലാണ് ഫങ്ഷൻ ഇതെല്ലാം പി എച്ച് പിയുടെ കോഡ്സ് എല്ലാം നമ്മൾ റാപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എഴുതിയിട്ട് 2+2 സെമി കോളൻ ഇടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. ബ്രൗസറിൽ പോയിട്ട് ഞാൻ ബേസിക്കലി പി എച്ച് പി ഫങ്ഷൻസ് ഞാൻ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. W3 സ്കൂളിലാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് ഫങ്ഷൻസ് W3 സ്കൂളിൽ. ഓക്കെ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമുക്ക് നോക്കാം. അത് ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഇത് നോർമൽ സ്റ്റേറ്റ്മെൻറ്റ്, നമുക്കിത് ഫങ്ഷൻ ആക്കാം. ഫങ്ഷൻ പി എച്ച് പിയിൽ എങ്ങനെ ആഡ് ചെയ്താൽ ഫസ്റ്റ് അതിന് സിൻടാക്സ് പറഞ്ഞാൽ ഫങ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചാൽ ആ പേര് യൂസ് ചെയ്യാം. ഞാനിവിടെ കൊടുക്കണം മൈ ഫസ്റ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫങ്ഷൻ്റെ പേര് അതന്നെ. എന്നിട്ട് പാരാന്തസിസ് ഓപ്പൺ ക്ലോസ്, എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ എക്കോ 2+2 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാം. നമുക്ക് എഴുതിയിട്ടുണ്ടല്ലോ ഓൾറെഡി. ഓക്കെ, എക്കോ 2+2 കൊടുത്തിട്ട് നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം വരുന്നുണ്ടോ എന്നുള്ളത്. ഈ ഒന്നും വരുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഈ ഫങ്ഷൻ നമ്മൾ എഴുതി, പക്ഷെ ഇത് കോൾ ചെയ്യുന്നില്ല. ഇത് കോൾ ചെയ്താൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുള്ളൂ. നമ്മൾ സെറ്റ് ഓഫ് ടാസ്ക് എഴുതി വെച്ചു, ആ ടാസ്ക് കോൾ ചെയ്യണം. ആ കോൾ ചെയ്താലേ നമുക്കത് എക്സിക്യൂട്ട് ആവുള്ളൂ. സോ കോൾ ചെയ്യണ എളുപ്പമാണ്. ഈ ഫങ്ഷൻ്റെ പേര് നമ്മൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് പാരാന്തസിസ് ഓപ്പൺ ക്ലോസ് സെമിക്കോളൻ, എന്നിട്ട് സേവ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. then ചെക്ക് ചെയ്ത് നോക്കിയാൽ 4. ഓക്കെ, സോ നമ്മൾ ഈ ടാസ്ക് എഴുതി, ഫങ്ഷൻ എഴുതി, ആ ഫങ്ഷൻ എവിടെ കോൾ ചെയ്താൽ ഇപ്പം നമുക്ക് എനിക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറേ സ്ഥലത്ത് ഇത് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ഇത് കോപ്പി ചെയ്യുക. നമുക്ക് എവിടേക്കാണോ എത്ര പ്രാവശ്യം കോൾ ചെയ്യേണ്ടത് വെച്ചാൽ അതിന് സേവ് ചെയ്യാം. അത്ര പ്രാവശ്യം കോൾ ചെയ്യുക, സേവ് ചെയ്യുക, എന്നിട്ട് റീലോഡ് ചെയ്യുക. സോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഫങ്ഷൻ വന്നു. ഇതിൽ എന്താ പ്രശ്നം വെച്ചാൽ സ്പേസസ് ആഡ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് 4444 എന്ന് വന്നത്. ആക്ച്വലി എല്ലാം 4 എന്ന് 4 പ്രാവശ്യം 4 കോൾ ചെയ്താണ്. ഓക്കെ, അതാണ് ഇതിലുള്ളത് ഫങ്ഷൻസിൻ്റെ ബേസിക് സ്റ്റെപ്പ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഒരു HTML നമുക്ക് ഫങ്ഷനിൽ കൊടുക്കാം. HTML അല്ല, ലൈക്ക് ഒരു HTML ടാഗ് വെച്ചിട്ട് ഫങ്ഷനിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. എക്കോ ഒരു പി ഡബിൾ കോട്ട്സിൽ ഇട്ടിട്ട് ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫ് ടാഗ് എഴുതി അതിൽ ഹായ് സേവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം. എറർ വരുന്നുണ്ട്. എന്താ എറർ വരുന്നത്? സെമിക്കോളൻ കിട്ടില്ല. സോ ബേസിക്കലി നമ്മൾ PHP സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ എപ്പോഴും സെമിക്കോളൻ യൂസ് ചെയ്യുക. പക്ഷേ വർക്കാവില്ല, കാരണം നമ്മൾ കോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ സെമിക്കോളൻ ആ എറർ പോയി, പക്ഷെ അത് വർക്കാവുന്നില്ല. അത് വർക്കാവുന്നില്ല, നമ്മൾ ഈ ഫങ്ഷൻ കോൾ ചെയ്യണം. നേരത്തെ പറഞ്ഞാൽ ഫങ്ഷൻ പുറത്ത് ഡിഫൈൻ ചെയ്തൊരു കാര്യമില്ല, ഫങ്ഷൻ കോൾ ചെയ്താലേ അത്. എന്നിട്ട് നമ്മൾ റീലോഡ് ചെയ്യുക. സോ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ എഴുതിയ
കോഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ എഴുതിയ കോഡ് നമ്മൾ ചെക്ക് ചെയ്തു. ഹായ് ഐ ആം മെൻഡിസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. അത് റീലോഡ് ചെയ്തപ്പോൾ നമ്മുടെ ബ്രൗസറിൽ കാണാൻ പറ്റുന്നുണ്ട് ഹായ് ഐ ആം മെൻഡിസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഞാൻ ഒരു അഡീഷണൽ ഇത് കൊണ്ടുവന്നു. ആൻഡ് ഐ ആം ഫ്രം ഇന്ത്യ. ഓക്കെ, അങ്ങനെ കൊടുത്തു. എന്നിട്ട് അപ്പോൾ ബേസിക്കലി ഞാൻ മെൻഡിസ് ആണ്, ഞാൻ ഇന്ത്യ എന്നാണ് ആക്ച്വലി. ഓക്കെ, ഞാൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഹായ് ഐ ആം ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇത് മൾട്ടിപ്പിൾ പേരാക്കണം. ഇതൊരു പേരാണല്ലോ. സോ ഇതേപോലെ തന്നെ എനിക്കൊരു രണ്ടാമത്തെ പേര് അല്ലെങ്കിൽ മൂന്നാമത്തെ പേര് കൊടുക്കണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇത് സ്റ്റാറ്റിക് ആണ്, അത് ഡൈനാമിക് ആക്കണം നമുക്ക് ആ പേര് എന്നുള്ളത്. അത് എങ്ങനെയാക്കാം എന്ന് ആലോചിച്ചാൽ നമുക്ക് ബേസിക്കലി ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇതിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യണം. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഇതിൽ നമ്മുടെ പേര് പാസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എൻ്റെ പേര് ഇവിടെ മെൻഡിസിന് കൊടുത്തു, ഇവിടെ ഞാൻ സനത്ത് ചുമ്മാ സനത്ത് എന്ന് കൊടുത്തു. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ പേര് ഇപ്പോൾ മെൻഡിസ് സനത്ത് ഇത് പറയുന്നത് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആണ്. ഓക്കെ, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്ന ഡാറ്റ ആർഗ്യുമെൻറ്റും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാരാമീറ്റർ എന്നും പറയും. സോ ഇവിടെ നമ്മൾ ആ കൊടുക്കുന്ന പേര് നമ്മൾ പാസ് ചെയ്ത് ഇവിടെ റിസീവ് ചെയ്യണം. ഇവിടെ റിസീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഡോളർ സൈൻ ഇട്ടിട്ട് നെയിം എന്ന് കൊടുക്കും. ഓക്കെ, ഡോളർ നെയിം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ പേര് വന്നു. ഇനി നമ്മൾ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പേര് ഇനി ചേഞ്ച് ചെയ്യണം. ഓക്കെ, അവിടെ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ മെൻഡിസ് എന്നുള്ള സ്ഥലത്ത് പേര് റിമൂവ് ചെയ്തിട്ട് ഡോളർ നെയിം കൊടുക്കണം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ഇത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. സി ഐ എം മെൻഡിസ് ഐ എം സനത്ത് ബേസിക്കലി വന്നു. അപ്പം നമ്മുടെ പേര് ഡൈനാമിക് ആയിരിക്കും. ഇപ്പം നമ്മൾ പേര് കാരണം നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതിയുള്ളൂ. ഇപ്പം ആഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് 2+2 എന്ന് എഴുതി. എനിക്ക് അടുത്ത ആഡിൽ 5+5 വേണം, അടുത്ത 7+7 വേണം. അപ്പോൾ 3 ആഡ് ഫംഗ്ഷനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 2ഉം 5, 7ഉം നമുക്ക് വേണമെങ്കിൽ ഈ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ആഡ് ഫംഗ്ഷനിൽ അത് എക്സിക്യൂട്ട് ആവും. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ പേരിൽ നമ്മൾ പേര് ആർഗ്യുമെൻ്റ് ഇട്ട് പാസ് ചെയ്ത ശേഷം അപ്പോൾ ഈ ഫംഗ്ഷൻ ആക്ച്വലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എത്ര സ്ഥലത്ത് വേണമെങ്കിലും. എനിക്കിവിടെ ഇനി ഇന്ത്യ കൺട്രി ചേഞ്ച് ചെയ്യണം. അതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? സിമ്പിളാണ്. ഇതിൽ മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ നമ്മൾ ഒരു ആർഗ്യുമെൻ്റ് അല്ല പാസ് ചെയ്യുന്നത്, അതേപോലെ നമുക്ക് എത്ര ആർഗ്യുമെൻറ്റും പാസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യ എന്നാക്കി, താഴത്ത് ഞാൻ USA എന്നും കൂടി കൊടുത്തു. അപ്പോൾ എനിക്ക് ഇതേപോലെ തന്നെ ഇവിടെ 2 ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 ആർഗ്യുമെൻറ്റ് റിസീവ് ചെയ്യണം. ആ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് റിസീവ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഡോളർ കൺട്രി എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഈ ഡോളർ കൺട്രി കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇന്ത്യ എന്ന സ്ഥലത്ത് റീപ്ലേസ് ചെയ്യാം. സോ ഈ നമ്മുടെ കൺട്രി എന്താ പറയുക ഡൈനാമിക്കായി നമുക്ക് റീലോഡ് ചെയ്തൊക്കെ വർക്ക് ആവുന്നുണ്ടെന്ന്. ഓക്കെ, നമ്മൾ റീലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ ഇതും വർക്ക് ആവുന്നുണ്ട്. സോ നമ്മളിതിൻ്റെ ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി നമ്മൾ ഡൈനാമിക് ആക്കി. സോ പേരും കൺട്രി നമ്മൾ ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. ഫംഗ്ഷനിൽ പാരാമീറ്റർ ആയിട്ട് റിസീവ് ചെയ്തിട്ട് ആ നെയിമും കൺട്രിയും നമ്മൾ ഈ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് യൂസ് ചെയ്യുന്നു. സോ നമ്മുടെ ഈ ഫംഗ്ഷൻസ് കംപ്ലീറ്റ്ലി ഡൈനാമിക് ആയി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പാസ് ചെയ്യാൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് ഉണ്ട് PHP കുറച്ച് നമ്മുടെ വേർഡ്പ്രസ്സിന് ആവശ്യമുള്ളത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഞാനൊരു H1 ടാഗ് ഇടും. ഫസ്റ്റ് ഹെഡിങ് 1 ടാഗ് /H1. ഓക്കെ, H1ൽ നമ്മളിപ്പോൾ ടാഗിങ് കൊടുത്ത ശേഷം അതിൽ PHP ആഡ് ചെയ്യാം. നമുക്ക് PHP. ഓക്കെ, നമ്മൾ PHP ആഡ് ചെയ്ത ശേഷം നമ്മൾ പറയുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറയും. ബേസിക്കലി ആ ഫംഗ്ഷൻ എന്തായിരിക്കും, നമുക്ക് നമ്മുടെ വേർഡ്പ്രസ്സിൻ്റെ നെയിം കിട്ടണം. സോ അതിൻ്റെ ഇൻബിൽറ്റ് ഫംഗ്ഷനാണ് ബ്ലോഗ് ഇൻഫോ. ഓക്കെ, ബ്ലോഗ് ഇൻഫോ ഓഫ് നെയിം. ചെക്ക് ചെയ്ത് നോക്കാൻ വർക്ക് ആവുന്നതുകൊണ്ടെന്ന് റീലോഡ് ചെയ്യുക. ഈ ടെസ്റ്റ് സൈറ്റ് എവിടെ നിന്ന് വന്നു വെച്ചാൽ നമ്മുടെ ലോക്കൽ നമ്മൾ അഡ്മിൻ വെച്ച് ലോഗിൻ ചെയ്യുക നമ്മുടെ സൈറ്റിൽ. അതിൽ സെറ്റിങ്സിൽ പോവുക, സെറ്റിങ്സിൽ ജനറലിൽ പോവുക. ജനറലിൽ പോയ ശേഷം നമുക്ക് കാണാൻ പറ്റും ടെസ്റ്റ് സൈറ്റ് ഫോർ ഡെമോ ഞാനിപ്പോൾ ആഡ് ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തു
ടെസ്റ്റ് സൈറ്റ് ഫോർ ഡെമോ എന്നാണ്. അതിനകത്ത് ആദ്യത്തെ സേവ് ബട്ടൺ ഉണ്ടാവും, സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സൈറ്റിൽ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇപ്പം നമ്മൾ ബ്ലോഗ് ഇൻഫോ ഓഫ് നെയിം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ സൈറ്റിൻ്റെ പേര് കാണാൻ പറ്റി. ഓക്കെ, ഇനി നമ്മൾ ഇതെന്താ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മുടെ എല്ലാ പേജിലും നമുക്കൊരു വേർഡ് പ്രസ്സിൽ 10 പേജ് ഉണ്ടെങ്കിൽ 10 പേജിൻ്റെ സൈറ്റിലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ ഡിഫോൾട്ട് ഇത് കാണാൻ പറ്റും. നമ്മുടെ പേര്, ലൈക്ക് സൈറ്റിൻ്റെ പേര്, ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമ്മുടെ അടുത്ത വൺ മോർ ലൈക്ക് ഒരു സെയിം ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബ്ലോഗ് ഇൻഫോ. ഓക്കെ, ഇത് H1. ഇനി ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഇതിന് ശേഷം ഒരു പി ടാഗ് ഇടാൻ പോകും, പാരഗ്രാഫ് ടാഗ്. ഓക്കെ, സെയിം ലൈക്ക് നമ്മൾ പി ടാഗ് ഇട്ട ശേഷം നമ്മളൊരു PHP കോഡ് യൂസ് ചെയ്തിട്ട് അതിൽ അടുത്ത സെയിം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു, ബ്ലോഗ് ഇൻഫോ. ഇതൊരു ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കും. ഓക്കെ, നമ്മൾ സേവ് ചെയ്തു. നമുക്ക് നോക്കാം വർക്ക് ആവുന്നുണ്ടെന്ന്. ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ആവും. ബേസിക്കലി ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തു. സോ ഈ ഡിസ്ക്രിപ്ഷൻ എവിടുന്ന വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ അഡ്മിൻ പേജിൽ പോയിട്ട് ഇതിൽ ടാഗ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല ആക്ച്വലി. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടാഗ് ലൈൻ നമുക്ക് കൊടുക്കാം, ടെസ്റ്റ് ടാഗ് ലൈൻ. ഓക്കെ, എന്നിട്ട് ഡിസ്ക്രിപ്ഷനാണ് ആക്ച്വലി ഫോർ PESC. ഓക്കെ, നമ്മൾ സേവ് ചെയ്യുക, സേവ് ചേഞ്ചസ്, എന്നിട്ട് നമ്മൾ റീലോഡ് ചെയ്യുക. ഓക്കെ, റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല. ബേസിക്കലി നമ്മളപ്പോൾ ഞാൻ കൊടുത്ത സ്പെല്ലിങ് ഇൻകറക്റ്റ് ആണ്. അത് സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. DESCREPTION. ഡിസ്ക്രിപ്ഷൻ നമ്മൾ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ടാഗ് ലൈൻ ഫോർ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇത് വന്നു. സോ ഇത്രയുള്ള ഫങ്ഷൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഈ ബ്ലോഗ് ഇൻഫോ ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഇത് വേർഡ് പ്രസിൻ്റെ ലൈക്ക് ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്. സോ അത് അവർ ഓൾറെഡി മെൻഷൻ ചെയ്യേണ്ട ആ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരും ഡിസ്ക്രിപ്ഷനൊക്കെ ഓട്ടോമാറ്റിക് റീഡ് ചെയ്തിട്ട് നമുക്ക് തരും. സോ നമ്മളിത് ഹാർഡ് കോഡ് ചെയ്യുക നമ്മുടെ വേർഡ് പ്രസ് സൈറ്റിലേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഈ ഫംഗ്ഷൻ ബ്ലോഗ് ഇൻഫോ കോൾ ചെയ്താൽ മതി ടു ഗെറ്റ് ദി നെയിം ആൻഡ് ഡിസ്ക്രിപ്ഷൻ. അതേപോലെ അടുത്ത കുറേ ഫങ്ഷൻസ് ഉണ്ട്, നമുക്ക് പോകെ ചെക്ക് ചെയ്യാവുന്നതാണ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഫങ്ഷൻസ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ കീപ്പ് ഓൺ വർക്ക് ചെയ്യുക ഫങ്ഷൻസ്. ഇത് ഞാൻ ബേസിക് ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകുന്നത് എന്നുള്ളത്. കാരണം എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ മാക്സിമം ഒരു 10-15 മിനിറ്റുള്ളിൽ ഒതുക്കാൻ നോക്കും ഓരോ പാർട്ടും. എന്നാലേ എനിക്ക് ലൈക്ക് നിങ്ങൾക്കും കുറച്ചുകൂടി കവർ ചെയ്യാനുള്ളൊരു എന്തൂസിയാസം ഉണ്ടാവുള്ളൂ. ലൈക്ക് ഒരു 40-50 മണിക്കൂറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് കവർ ചെയ്യാന്നുള്ളത്. സോ സിമ്പിൾ പാർട്സ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കണം. സോ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്തിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ആഡ് ചെയ്യുക, ഞാൻ ഫിക്സ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് PHP arrays ആണ്. സോ നെക്സ്റ്റ് ടൈം വിൽ സീ. ബൈ.